കാര്യങ്ങളൊക്കെ കണ്ടു ഫ്രണ്ട്സ്. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. പതിവ് പോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ മോന കുക്കിങ് കേട്ടോ, ചിക്കൻ വെക്കുന്ന ബാക്കിയൊക്കെ ഞാൻ വെച്ചു. പിന്നെ കുറേ പണിയുണ്ടായേ. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ വെച്ച് തരാം മമ്മി മാറിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു വന്നു. ഭയങ്കര ചൂട് കേട്ടോ. അതുകൊണ്ടാണ് ആ ടർക്കി പുറത്തിട്ടേക്കുന്നത്, കാരണം തുടക്കാൻ. ഞാനും പണി ചെയ്യുമ്പോൾ അങ്ങനെ കേട്ടോ, ഒരു ടർക്കി എപ്പോഴും തോളിലുണ്ടാവും. അപ്പോൾ ഞാൻ കുഞ്ഞു മീനൊക്കെ ചെറു മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ച് വച്ചു, വെട്ടി ശരിയാക്കിയൊക്കെ വെച്ചു. ഒത്തിരി പണിയുണ്ടായിരുന്നേ. ഓറെ അലക്കാൻ, ഒരു 4 ബക്കറ്റ് അലക്കാനുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്ന് നല്ല പണിയുണ്ടെന്ന് മോന് മനസ്സിലായപ്പോൾ മോൻ പറഞ്ഞു മമ്മി ചെന്ന് റെസ്റ്റ് എടുത്തോ, ഞാൻ വച്ചോളാന്ന് കേട്ടോ. അങ്ങനെ ഞാൻ സവാളയൊക്കെ അരിഞ്ഞു കൊടുത്തു, പച്ചമുളകും ഇഞ്ചിയൊക്കെ അരച്ചു കൊടുത്തു. എല്ലാം അരച്ചു കൊടുത്തിട്ട് വന്നു. ഞാൻ പറഞ്ഞു നീ ഉണ്ടാക്കിയിട്ട് പാത്രങ്ങളൊക്കെ അവിടെ വെച്ചോ, മമ്മി കഴുകിക്കൊള്ളാമെന്ന്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ ഒരു ഹെൽപ്പ്, കുറച്ച് നേരം റെസ്റ്റ് കിട്ടി. ഇനിയിപ്പോൾ നമ്മുടെ സ്കൂബി മോന് ഫുഡ് കൊടുക്കണം. പുള്ളി മൈക്രോവേവിൽ നിന്ന് വെള്ളം ചൂടാക്കി എടുത്തതാണ്. എന്തിനെന്നറിയാമോ? ഫ്ലാസ്കിൽ വെള്ളം ചൂടാക്കി എടുത്തതാണ്. ചൂടുവെള്ളം ഒഴിക്കുക, ചൂടുവെള്ളം കറിയിൽ ഒഴിക്കുക. കണ്ട, ഇന്നത്തെ കുക്കിംഗ് എൻ്റെ മോനാണ്. ബാക്കിയുള്ള കറിയൊക്കെ ഞാൻ വച്ച് കഴിഞ്ഞിട്ടൊന്ന് കുറേ ചെറുമീനൊക്കെ 2 തരത്തിലുള്ള ചെറുമീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി എടുത്തൊക്കെ ഞാൻ വന്നു. നാളെ ചൊവ്വാഴ്ച ഞങ്ങൾ മീൻ ഇറച്ചിയും കഴിച്ചു. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് വച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. മോളും വരുമല്ലോ വൈകുന്നേരം. അപ്പോൾ ഇന്ന് മോൻ്റെ വൈഫായി കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂബി മോനെ ഒന്ന് തുറന്നു വിടട്ടെ, എന്തായിരിക്കും സ്ഥിതി എന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ആണ് കേട്ടോ, വന്നിട്ട് നോക്കണം. എന്തിനാ ചേട്ടാ എന്തിനാ ചേട്ടനായിരുന്നു ഫുഡ് ഉണ്ടാക്കണേ? ചെന്നൊന്ന് നോക്കി എന്നിട്ട് വന്നു. ചേട്ടൻ എന്താ വെക്കണം നോക്കുന്നതാണ്. ആഹാ, മണപ്പിക്കുന്നതാണ് എന്തൊക്കെയാണെന്ന്. എന്താ വെക്കുന്നത് ചോദിച്ചേ ചേട്ടാ, എന്താ വെക്കണേ ചോദിച്ചേ. പൊന്നെ എന്താ വെക്കണത് ചോദിച്ച് എന്താ വെക്കുന്നേ? അവിടെ നോക്ക്, കമ്പ്യൂട്ടറൊക്കെ തുറന്നിട്ടിട്ട് പോയി. എരിവുള്ള മുളക് പൊടി മമ്മി വേണം. കാശ്മീരി മുളക് പൊടി. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്ന. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വിളിക്കുന്നതാണ്. ചേട്ടൻ ഭക്ഷണം ഉണ്ടാക്കണം എന്നാണ് ഓടി അടുക്കളയിൽ നിന്ന് വന്ന് ഈ പറയുന്നത് കേട്ടോ. ചേട്ടൻ ഫുഡ് ഉണ്ടാക്കണ പൊന്നെ, ചിക്കൻ ഉണ്ടാക്കണ. അച്ഛനെ വിളിക്കുകയാണോ പൊന്നെ? അച്ഛൻ വിളിക്കുകയാണോ? ചേട്ടൻ അവിടെ എന്തൊക്കെ കാണിച്ച് വച്ചിട്ട് പോയിരിക്കണം നോക്കതേ. ഇത് കണ്ടോ, കമ്പ്യൂട്ടർ, അവിടെ മോൻ്റെ ചേട്ടൻ്റെ വാച്ച്. എനിക്ക് വയ്യ, ഇനി എന്തൊക്കെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. അച്ഛനോട് പറഞ്ഞാ ചേട്ടാ ദേ ചിക്കൻ ഉണ്ടാക്കണമെന്ന്. അച്ഛൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ ക്ഷീണം കൊണ്ട് കിടക്കുന്ന ചൂട് കേട്ടോ, കൊടും ചൂട്. നാട്ടിലൊക്കെ മഴ എന്ന് പറയുന്നത്, പക്ഷെ ഇവിടെ കൊടും ചൂട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അടുക്കളയിൽ നിന്ന് വന്നിട്ട് വേണം പാത്രം കഴുകി അടുക്കളയൊക്കെ തുടക്കാൻ. ഇവരൊക്കെ അടുക്കള കയറി കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ എല്ലാം കട്ട് ചെയ്ത് അരച്ചു കൊടുത്തിട്ടൊക്കെ വന്നു കേട്ടോ. നല്ല പണിയായിരുന്നു. മേസ്ത്രി പോയത് 7 മണിക്കാണ് കേട്ടോ. ഇത് സന്ധ്യക്കുള്ള ഒരു ഈവനിങ് ബ്ലോഗും കൂടെ ഇതിൻ്റെ തൊട്ട് ചേർക്കുന്ന, അല്ലാതെ നമുക്ക് രാവിലെ മാത്രം എടുക്കാൻ സമയമില്ല കേട്ടോ. മേസ്ത്രിയൊക്കെ പോയത് 7 മണിക്ക്. അവർക്ക് 6 മണിയാകുമ്പോൾ പിന്നെയും കട്ടൻ ചായ ചിപ്സൊക്കെ കൊടുത്ത് വിട്ടു. കുറേ റാബീസ് വാരി അവിടെയൊക്കെ വച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി കൊണ്ടുപോകണം. അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു. കയറി കേട്ടോ. ചേട്ടൻ്റെ ലാപ്ടോപ്പ് അടച്ച് അത് നോക്കട്ടെ. അടച്ച പോന്നോ? ചേട്ടൻ എന്താ ഇവിടെ കാണിച്ചിട്ടിട്ട് പോയിരിക്കുന്നത്? അച്ചോട് കിടക്കുന്നതാണ് കേട്ടോ. അച്ചോട് ചേർന്ന് ഇങ്ങനെ കിടക്കണം. അച്ഛൻ്റെ കൂടെ കിടക്കുന്നു, അച്ഛൻ്റെ കാലിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്നു. അവന് ഇതൊക്കെയാണ് സന്തോഷം കേട്ടോ. അച്ഛൻ്റെ കൂടെ കിടക്കുന്നത്, അച്ഛൻ്റെ കൂടെ നേരത്തെ വയറ്റിൽ കിടക്കുന്നത്, അച്ഛൻ്റെ കാലിൽ കിടക്കുന്നത്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ? ഇതൊക്കെയാണ് ഇവൻ്റെ സന്തോഷം. അവൻ്റെ സന്തോഷത്തിന് ഞങ്ങൾ വിട്ടുകൊടുത്തേക്കുന്ന. കാലിൽ കിടക്കുകയോ വയറ്റിൽ കിടക്കുകയോ തലേണി കിടക്കുകയോ എന്ത് വേണോ ചെയ്യട്ടെ. ഇത് കണ്ടോ ആ കിടപ്പ്, പറയാതിരിക്കാൻ വയ്യ. കണ്ടില്ലേ, ഇത് ഞാൻ ലൈവായിട്ട് എടുക്കുന്നതാണേ. നിങ്ങളൊക്കെ കണ്ടല്ലോ ഫ്രണ്ട്സ് അവൻ്റെ കിടപ്പ്. അവന് ഇതൊക്കെയാണ് സന്തോഷം. അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മയും അവൻ്റെ ചേട്ടനും അവൻ്റെ ചേച്ചിയും കുറച്ച് നാട്ടുകാരും പാവം, കുറച്ച് നമ്മുടെ യൂട്യൂബിലെ ഫ്രണ്ട്സ്, ആൻറ്റിമാർ, അങ്കിൾമാർ, ചേച്ചിമാർ, ചേട്ടന്മാരൊക്കെ
അവന് എല്ലാം മനസ്സിലാവും കേട്ടോ. ഞാൻ യൂട്യൂബിലെ കാര്യങ്ങൾ ചേച്ചിമാരെയും ചേട്ടന്മാരെയും അങ്കിൾമാരെയൊക്കെ കുറിച്ച് പറയുമ്പോൾ അവനെ എല്ലാം മനസ്സിലാവേ. നിന്ന് എന്നെ നോക്കുന്നു കേട്ടോ. ഇനി ചേട്ടൻ്റെ കറിയും കാര്യങ്ങളൊക്കെ അടുക്കള കാര്യങ്ങളൊക്കെ എന്തായെന്നൊന്ന് നോക്കാം. ചേട്ടൻ ഇങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിയാറായി. ബംഗാളിക്കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പം ആൾ എങ്ങനെ വെക്കാനും മലയാളി ആയിരുന്നാലും മലയാളിക്കറി ആയിരുന്നാലും ബംഗാളിക്കറി ആയിരുന്നാലും അവനെ എല്ലാം ഉണ്ടാക്കും കേട്ടോ. പഠിച്ചത് MB ആണെങ്കിൽ അവന് ചെഫിനോടൊക്കെ ഭയങ്കര താല്പര്യം കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മൾ മുറിച്ചൊക്കെ കൊടുക്കണം. എല്ലാം മുറിച്ചൊക്കെ കൊടുത്താൽ പെട്ടെന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കും. അല്ല പിന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ ഒത്തിരി താമസിക്കും കേട്ടോ. താമസിക്കും. ഇവർ കട്ട് ചെയ്ത് വരുമ്പോൾ 1 മണിക്കുള്ള ഭക്ഷണം ചിലപ്പോൾ 5 മണിക്ക് കഴിക്കാൻ വരും. നമ്മൾ കട്ട് ചെയ്ത് അരച്ചൊക്കെ കൊടുത്താൽ ചടപടാന്നൊക്കെ. അവൻ കുക്കറിലൊന്നും അവന് വേവിക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. അവന് ചീൻചട്ടി തന്നെ എല്ലാം അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമാണ്. അവനെല്ലാം വയ്ക്കാൻ അറിയാം കേട്ടോ. ഇത് കണ്ടോ, ചിക്കൻ വെക്കുന്നതാണ് ഈ കാണുന്നത്. ബംഗാളി ചിക്കൻ കറിയാണ് വെക്കുന്നത്. കണ്ടല്ലോ, ആ കിഴങ്ങൊക്കെ വറുത്ത് വച്ചിരിക്കുന്നു. ഇങ്ങനെ പുള്ളി 1 മണിക്കൂർ കൊണ്ട് ഇളക്കി കൊശിയൊക്കെ ചെയ്ത് ഇവിടെ ഇരുന്നോളും. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. കൈ അടിക്കും. മോള് വരുമ്പോൾ 8-8:30 മണിയാവും കേട്ടോ. മോളെക്കാട്ടി എനിക്ക് അടുക്കള സഹായമൊക്കെ ഇവനാണ് ചെയ്തു തരുന്നത്. ഇവന് ഒത്തിരി അടുക്കള സഹായം ചെയ്തു തരും. പിന്നെ എനിക്ക് കൈയൊന്നും വയ്യെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകി തരും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടുക്കളയിൽ നമ്മൾ കട്ടൊന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം വലിച്ചു വാരി വേസ്റ്റൊക്കെ ഇട്ട് കളയും. 1 മണിക്കൂറത്തെ പണിയാണ്. ഇച്ചിരി അടുക്കളപ്പണിയൊക്കെ ഇതുപോലെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്ന അവനാണ് കേട്ടോ. അവൾക്ക് നേരമൊന്നുമില്ല. അവൻ വീട്ടിലുള്ള സമയത്ത് ചെയ്തു തരും, ഇല്ലെങ്കിൽ ഇല്ല. അവൾ പിന്നെ ഇതിപ്പോൾ ഉണ്ടോ രാവിലെ 9:00 ഇനി വരുന്ന 8:30 അതിന് പിന്നെ പകുതി ദിവസങ്ങളിൽ അവൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അവൾ മീറ്റിങ്ങിനൊക്കെ പുറത്താണല്ലോ. എന്നാലും ഉള്ള സമയം അവൾക്കും ഇതുപോലെ നമ്മളെല്ലാം കട്ട് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഉണ്ടാക്കിയൊക്കെ തരും. നേരത്തേക്ക് എനിക്ക് സമാധാനമായി. ചിക്കനായി വരുന്നു. ഇനി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഇച്ചിരി പണിയും കൂടി ഉണ്ട് കേട്ടോ. അവൻ കുളിക്കാൻ പോകുന്നു. ചിക്കനായി അവൻ ഇത് അടച്ചൊക്കെ വെച്ചിട്ട് കുളിക്കാൻ പോകുന്നു. വിയർത്തില്ലേ ഇത് വേണ്ട. അപ്പോൾ അവൻ ഇന്ന് വെച്ച ചിക്കൻ കറിയാട്ടോ. കണ്ടല്ലേ, എന്തോ നോക്കുന്ന പരീക്ഷിച്ച് നോക്കുന്ന കേട്ടോ. ഇനി ഇത്തിരി വറ്റാനൊക്കെ ഉണ്ട്. വറ്റിയിട്ട് ഇതിൽ ഇച്ചിരി ഗരം മസാലപ്പൊടിയൊക്കെ ഇടണം. നമ്മൾ ബംഗാളി ഫാഷനിൽ വെച്ചതാണ് കേട്ടോ. പണിക്കാരൊന്ന് പണി ചെയ്യുന്ന കേട്ടോ. നമ്മുടെ പണിയൊക്കെ അത് ഇങ്ങനെ വരുന്ന കേട്ടോ. അപ്പോൾ ഇതൊക്കെ പൊട്ടിക്കണമെങ്കിൽ പൈപ്പ് മേസ്ത്രി വരണം. ഇതൊക്കെ ഇല്ലെങ്കിൽ പൈപ്പൊക്കെ പൊട്ടി വെള്ളം അകത്തേക്ക് വരില്ലേ. അതുകൊണ്ട് അവർ ഇനി എങ്ങനെയാണോ വരുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ഒക്കെ ഒരുവിധം എല്ലാ റൂമൊക്കെ അതേ എല്ലാം പൊട്ടിച്ചൊക്കെ ഇടുന്നു. ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിടുന്നു. ഇത് കണ്ടോ, അതിൻ്റെ റാബീസാണ് ലേബേഴ്സ് ആൾക്കാർ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇനി ഇതൊക്കെ അവർ പൊട്ടിക്കും. ഇതൊക്കെ എടുക്കും കേട്ടോ. ഇതൊന്നും ഇവിടെ വച്ചേക്കൂല. ഇതൊക്കെ എടുക്കും അവർ. ഇനി അപ്പുറത്ത് കൊണ്ട് അതുപോലെ കപ്പ് ബോർഡൊക്കെ. അപ്പോൾ അതൊക്കെ ഷോക്കേസൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് ഇപ്പോൾ ഷോക്കേസൊന്നും ഇവിടെ വെക്കൂല കേട്ടോ. അതൊക്കെ എടുക്കും. ഇപ്പം തറയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചൊക്കെ ഇരിക്കുന്നു. ഇങ്ങനെ പണി നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റാബീസ് കൊണ്ടുവന്ന് കളയാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊരാളെ വിളിച്ച്, ഒരു വീട്ടിൽ അത്യാവശ്യമുണ്ട്. ഒരു പാവപ്പെട്ട വീടാണ് കേട്ടോ. അവർ വെള്ളം കയറുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ലേബേഴ്സിനെ വിളിച്ചത് നിങ്ങൾ കണ്ടല്ലോ, ചാക്കിൽ കൊണ്ടുപോകുന്നത് ട്രോളിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം, ഇവർക്ക് ചാക്കില്ല. അപ്പോൾ ചാക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് വേണം പണിക്കാർക്ക് പിന്നെയും അപ്പുറത്തെ സൈഡൊക്കെ ഇനിയും ഉണ്ട് പൊളിക്കാനൊക്കെ. ഇതൊക്കെ ബാത്റൂമൊക്കെ പൊളിക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ പൊളിക്കാനുണ്ട്. അങ്ങനെ പണികൾ ഓരോന്നും നടന്നുകൊണ്ടിരിക്കണം. ഭയങ്കര പാടാണ് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. ഒത്തിരി പണികളുള്ള വീടാണ് കേട്ടോ. പഴയ വീടല്ലേ. പിന്നെ കറിവേപ്പില കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കറിവേപ്പില അതിന് ഇവർ സിമൻ്റൊക്കെ ചെയ്യുമ്പോൾ എന്താവുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല. അപ്പോൾ കറിവേപ്പില ഇത്രയൊക്കെ ആയി. ഞാൻ അവരോട് പറഞ്ഞ് ഇതൊന്ന് ലക്കടി വെച്ചിട്ടൊന്ന് മറച്ച് വെക്കണം. ഇല്ലെങ്കിൽ ഇനി ഇത് ടോപ്പിലേക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ. ടോപ്പിലേക്ക് വെച്ചാൽ ഇത്രയും നല്ലതായിട്ട് പൊടിച്ച് വരില്ല. അപ്പോൾ ഇവിടെ ആയിട്ട് പൊടിച്ച് വരുന്ന ഇത്രയാണ്. ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം സിമൻ്റൊക്കെ തേക്കാൻ. അല്ലെങ്കിൽ സിമൻ്റൊക്കെ വീണാൽ അത് പോവും. അതുപോലെ ചെത്തിയും പൂത്ത് വരുന്നുണ്ട്.
ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇങ്ങനെയൊക്കെ പോകുന്നു പണികളും കാര്യങ്ങളൊക്കെ. ഞാനിവിടെ മോളിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. കണ്ടില്ലേ? ഓ, ആ പണിക്കാരവിടെ പണിയുന്നുണ്ട്. ബൗ ബൗ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒച്ചയെടുത്ത്. ക്രീമാണ് അത്, ക്രീം പുരട്ടൽ. ഓ തുടക്കണ്ട, വാ. ആ നല്ല വാസന. സന്തോഷമായി. അച്ഛൻ ക്രീം പുരട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ബെഡൊക്കെ വിരിക്കട്ടെ. ചേട്ടാ ഇറങ്ങി. ഓ ഇന്ന് ചേച്ചി ലേറ്റായിട്ടാണ് പോകുന്നത്. അച്ഛൻ വരും ഇപ്പം തന്നെ. ഇന്ന് മോളൊക്കെ ടൈൽസും ഇതൊക്കെ മാർബിളൊക്കെ നോക്കാൻ പോകുന്നു, ഗ്രാനൈറ്റൊക്കെ കേട്ടോ. അതൊക്കെ നോക്കണം, കടയിൽ ചെന്നിട്ട് നോക്കിയിട്ട് നമുക്കത് എടുക്കണം. സന്തോഷമായ നോക്കട്ടെ, മണം നോക്കട്ടെ മമ്മ മണം നോക്കട്ടെ. വന്നേ, ആ അച്ഛൻ പുരട്ടി. ഓ മണം നോക്കാൻ വരുന്നത്. എവിടെ ആ ലില്ലിപ്പൂവിൻ്റെ മണം. ഓ റോസാപ്പൂവിൻ്റെ മണം, ഗുലാബിൻ്റെ മണം. എന്തൊക്കെ മണമാണ് എൻ്റെ പൊന്നേ. എനിക്ക് വയ്യ. ആ നല്ല മണം, നല്ല വാസന കേട്ടാ. ആ കടിയിലൂടെ പോകുന്നത് ഈ തുള്ളി പോകുന്നുണ്ടില്ലേ. പെട്ടെന്ന് നിങ്ങൾ കയറണം, അവിടെ പണിക്കാരൊക്കെ ഉണ്ട്. ഓ ഫ്രണ്ട്സ്, അവൻ അച്ഛനെ കൊണ്ടുവന്നാക്കാൻ പോയി. അവിടെ ഇരിക്കുന്ന കുറേ ചാക്കൊക്കെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ നമ്മൾ വീട് പൊട്ടിക്കുന്നതും തട്ടിക്കുന്നതും അല്ല ഫ്രണ്ട്സ്. ഈ റാബീസ് എന്ന് പറയുന്ന ഈ പൊട്ടിച്ച സാധനങ്ങൾ കൊണ്ടിടാൻ സ്ഥലമില്ല കേട്ടോ. മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർ 2 ദിവസത്തിന് മുമ്പ് വിളിച്ച് അവർ 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളേ. അപ്പോൾ ഇന്നലെ മൊത്തം ഒരാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു, ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവന്ന് തട്ടേണ്ട സ്ഥലങ്ങളൊന്നുമില്ല. ചാക്കുകൾ ഒഴിച്ചൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും പണിക്കാർ ഇന്നതുകൊണ്ട് അവധിയാണ് പണിക്കാർ. അപ്പോൾ ഇന്നലെ മൊത്തം ഞാൻ ഒരാളെ കണ്ടുപിടിച്ച്, ഒരു പാവപ്പെട്ട വീടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ മുഴുവൻ വീട്ടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറണം. അപ്പോൾ അവർക്ക് ചാക്കിലുള്ള ഞാൻ പറഞ്ഞു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞുകൊണ്ട് ഇന്നലെ മൊത്തം അതിന് ഓടി കിടക്കണമായിരുന്നു. ആളെ കണ്ടുകിട്ടി. ഈ റാബീസ് കാലിയാക്കിയിരുന്നാലേ ഇനി അടുത്ത് പൊട്ടിക്കുന്ന റാബീസ് നിറച്ച് ചാക്കിൽ വെക്കാൻ പറ്റുള്ളൂ. ഇനി അതും ആർക്കെങ്കിലും നോക്കി കൊടുക്കണം. അച്ഛൻ പോകുന്നു, ഒക്കെ ഇരുട്ടാണ് കേട്ടോ. അച്ഛൻ പോകുന്നു. അപ്പോൾ അത് കാരണം ഒരുത്തൻ ഉച്ചക്ക് വരും. എല്ലാവരും ഉച്ചക്കുണ്ട്. ചാക്കും കൂടെ ഉണ്ട്. ഇതും കൂടെ കൊണ്ടുവന്ന് കാലിയാക്കി കൊണ്ടുപോയിട്ട് നാളെ ഇനി പൊട്ടിക്കുന്ന ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം. ഇനി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആരെങ്കിലും വീട്ടുകാർക്ക് അത്യാവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കണം. നമ്മൾ വീട് വെക്കുന്നതിനേക്കാൾ ഭയങ്കര ഹാർഡ് പണിയാണ് ഈ റാബീസ് കൊണ്ടൊന്ന് തട്ടാൻ സ്ഥലം അന്വേഷിക്കുന്നതും അത് ഇവിടുന്ന് ഡിസ്പോസ് ചെയ്യുന്നു കേട്ടോ. എവിടെയായിരുന്നു നീ? പൊക്കോ പെട്ടത്. ഷീറ്റ് വിരിക്കട്ടെ മാമ, നേരാമണ്ണം വിരിക്കട്ടെ കേട്ടാ. അവന് ഷീറ്റ് വിരിക്കുന്നതോട് ഞാനിവിടെ നിൽക്കടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര കൊടും ചൂട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒന്നും പറയണ്ട. നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ചെറിയ രാത്രിയത്തെ വീഡിയോവും എല്ലാ ഒക്കെ ഇട്ട് അതൊക്കെ വരുന്നത്. കാലുവിനെ നോക്കുന്നത് ഗേറ്റിൻ്റെ അവിടെ ആരൊക്കെയെന്നാ പണിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നില്ലേ? നോട്ടം കണ്ടില്ലേ? കണ്ടോ നോട്ടം? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ധൃതി പിടിച്ചാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതും എഡിറ്റിങ് ചെയ്യുന്നതൊക്കെ കേട്ടോ. ഇന്നലെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മോനാണ് ഫുഡ് വെച്ചതും പാത്രങ്ങൾ കഴുകി തന്നതും. ഞാൻ അടുക്കള തുടക്കം കയറി രാത്രി റൊട്ടി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നു. അവൻ ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അവനാണ് എനിക്ക് പാത്രമൊക്കെ കഴുകി തന്നിട്ട് പിന്നെ അടുക്കള വന്നു. കാരണം ഇന്നലെ മൊത്തം ഞാൻ പറഞ്ഞില്ലേ ഈ റാബീസ് കൊണ്ടുപോകേണ്ട ആൾക്കാരെ കണ്ടുപിടിക്കലും ഒക്കെ ആയിരുന്നു. കാരണം ഇത് കാര്യമാക്കി കൊടുത്തിരുന്നാൽ നമുക്ക് പണിക്കാർക്ക് പിന്നെയും പൊട്ടിച്ചിട്ട് ഇത് ചാക്കിൽ നിറച്ച് കിട്ടണം, ചാക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാര്യമാക്കുന്നതിന് കാശ് കൊടുക്കണം കേട്ടോ ലേബേഴ്സിൽ. പക്ഷേ ഇത് അവരെങ്ങനെയാണെന്നൊന്നും പറഞ്ഞാൽ നമ്മളിവിടെ വിൽക്കാനൊന്നും പറ്റുക അങ്ങനെ എന്നുള്ള സമ്പ്രദായമൊന്നുമില്ല. ഇതൊക്കെ കൊണ്ടൊന്ന് ഡിസ്പോസ് ചെയ്യണം. അതിനുള്ള സ്ഥലം മുനിസിപ്പാലിറ്റി ആൾക്കാരെ എല്ലാം നമുക്കിവിടെ സ്ഥലങ്ങളില്ല, അതിനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ആൾക്കാരൊക്കെ വഴക്ക് പറയും. ഇത്രയും റാബീസ് എവിടെ കൊണ്ടൊന്ന്, അതായത് ഇത്രയും കല്ലും കൂത്തും ടൈൽസൊക്കെ പൊട്ടിച്ചത് എവിടെ കൊണ്ടൊന്ന് ഇടാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ മൊത്തം ഞാൻ കുറേ നടന്ന് കുറേ ആൾക്കാരെ അടുത്ത് പറഞ്ഞു അതിന് വേണ്ടിയുള്ള. അപ്പോൾ ഇന്ന് രാവിലെ ആൾ വന്നു അത് കൊണ്ടുപോകാൻ. അതിൻ്റെ തിരക്കിലും ഇപ്പോൾ മോന് മനസ്സിലായി കേട്ടോ എനിക്ക് ഒരുപാട് ഓട്ടവും ചാട്ടവും ഒക്കെയാണെന്ന്.
ഭയങ്കര പണിയാണെന്ന്. അതുകൊണ്ടാവാൻ ഇന്നലെ ചിക്കൻ കറിയും ഒക്കെ വെച്ചത്. അപ്പം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിരിക്കും നിങ്ങൾ. പിന്നെ മോന് ചോറ് കൊടുക്കണം, മോൻ്റെ മെഡിസിൻ കൊടുക്കണം. മോൻ്റെ ഇത് ഉണങ്ങിയൊക്കെ വന്നു, എന്നിരുന്നാലും അവൻ്റെ മെഡിസിൻ കൊടുക്കണം. അവൻ്റെ ഇത് അവൻ്റെ ഈ ഷേക്ക് വന്നില്ലേ കാലിൻ്റെ, അപ്പോൾ അതിപ്പോൾ ഓക്കെ ആയി. അവർ നമ്മൾ ഫുഡൊക്കെ കുറച്ചൊക്കെ കൊടുക്കുന്നത്, അപ്പോൾ വെയിറ്റൊക്കെ കുറഞ്ഞെന്ന് കൊടുത്തു. പൂജാപാത്രങ്ങളാണ്, ഒത്തിരി പണികളുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഈ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എല്ലാം കൂടെ ജോയിൻ ചെയ്തൊക്കെ ഞാനൊരു കണ്ടൻറ്റ് കൊണ്ടുവരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ എല്ലാവരും ഒന്ന്. അപ്പോൾ മാമ്പഴം ഇവിടെ മാമ്പഴ സീസണല്ലേ, അപ്പോൾ എന്നും കുറേ ഉണ്ടാവും കേട്ടോ. അപ്പം മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മോന് മാമ്പഴമായിട്ടും ചോറുമായിട്ടൊക്കെ കൊടുക്കുന്നത്. മാമ്പഴം ഉള്ള സമയത്തല്ലേ അവന് കൊടുക്കുള്ളൂ, ഒരു മാങ്ങി കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ആ മോൻ എങ്ങനെയാണ് ചോറ് കുഴച്ച് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ മോന് ഫുഡ് ചോറ് ഒരു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് വളരെ കുറച്ചാട്ടോ. അപ്പോൾ ഞാനത് മാമ്പഴവും തൈരും കൂടെ ഇല്ലേ, അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് മാമ്പഴം, തൈര്, ഇല്ലെങ്കിൽ മത്തങ്ങ, പപ്പായ, അല്ലെങ്കിൽ പൂവമ്പഴം, തൈര് അങ്ങനെയൊക്കെ കൊടുക്കാം. എല്ലാം ക്വാണ്ടിറ്റി കുറച്ച് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ അവന് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ മാമ്പഴ സീസണിൽ ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ മാമ്പഴമൊക്കെ തീരും. അപ്പോൾ ഇവനത് കുഴച്ച് ഇവൻ്റെ ഗുളികയുണ്ട് കേട്ടോ, ഇത് ഒരു സൈഡിൽ വെക്കും. അപ്പോൾ ഈ സൈഡിൽ വെച്ചിട്ട് ഞാൻ ചോറ് കൊടുക്കാൻ നേരത്ത് ആ സമയത്ത് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ കുഴച്ച്, ഇതിപ്പോൾ അവൻ്റെതാണ് കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ മാമ്പഴം ഞങ്ങൾ ഡെയിലി മേടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഇത് കണ്ടോ, ഇതാണ്. അപ്പോൾ ഇവൻ്റെ ഗുളിക ഈ സൈഡിൽ ഞാൻ വെക്കുന്നുണ്ട്. കണ്ടാൽ പുള്ളി കഴിക്കൂല, അപ്പോൾ ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ മോൻ്റെ ഫുഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണ്. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.